+1 മൂന്നാം അലോട്ട്മെന്റ് പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പ്രധാന തീയതികളും സമയങ്ങളും. അലോട്ട്മെന്റ് ഫലം പ്രസിദ്ധീകരിക്കുന്നത് 2025 ജൂൺ 16 രാവിലെ 10 മണി മുതൽ. പ്രവേശനം 2025 ജൂൺ 16 രാവിലെ 10 മണി മുതൽ 2025 ജൂൺ 17 വൈകിട്ട് 5 മണിവരെ. അലോട്ട്മെന്റ് വിവരങ്ങൾ എങ്ങനെ ലഭിക്കും? അലോട്ട്മെന്റ് വിവരങ്ങൾ അറിയാൻ hscap.kerala.gov.in ലേക്കുള്ള ലിങ്ക് എന്ന വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്ക് സന്ദർശിക്കുക. അവിടെ തേർഡ് അലോട്ട് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അലോട്ട്മെന്റ് ലെറ്റർ ലഭിക്കും. പ്രവേശന നടപടികൾ. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്കൂളിൽ രക്ഷിതാവിനോടൊപ്പം ആവശ്യമായ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ നിന്ന് അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് എടുത്ത് നൽകുന്നതാണ്. 1-2 അലോട്ട്മെന്റുകളിൽ താൽക്കാലിക പ്രവേശനം നേടിയവർക്ക് ഈ അലോട്ട്മെന്റിൽ ഉയർന്ന ഓപ്ഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്ററിന്റെ ആവശ്യമില്ല. പ്രധാന നിർദ്ദേശങ്ങൾ. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇനി ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ സാധിക്കുകയില്ല. അതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ വെബ്സൈറ്റിൽ പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളോടൊപ്പം 2025 ജൂൺ 17 വൈകിട്ട് 5 മണിക്ക് മുൻപായി സ്കൂളുകളിൽ പ്രവേശനത്തിനായി ഹാജരാകണം. മറ്റ് അലോട്ട്മെന്റുകൾ. സ്പോർട്സ് ക്വാട്ട. മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് ജൂൺ 16 രാവിലെ 10 മണി മുതൽ ജൂൺ 17 വൈകിട്ട് 5 മണിവരെയാണ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്. മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് ജൂൺ 16 രാവിലെ 10 മണി മുതൽ ജൂൺ 17 വൈകിട്ട് 5 മണിവരെയാണ്. വിവിധ ക്വാട്ടാ പ്രവേശനം. മെറിറ്റ് ക്വാട്ട മൂന്നാം അലോട്ട്മെന്റിനൊപ്പം സ്പോർട്സ് ക്വാട്ട രണ്ടാം അലോട്ട്മെന്റ്, കമ്മ്യൂണിറ്റി ക്വാട്ട, മാനേജ്മെന്റ് ക്വാട്ട, അൺഎയ്ഡഡ് ക്വാട്ട പ്രവേശനം എന്നിവയും നടക്കുന്നുണ്ട്. വിവിധ ക്വാട്ടകളിൽ പ്രവേശനത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തിരഞ്ഞെടുക്കണം. പ്രവേശന നടപടികൾ ഒരേ സമയം നടക്കുന്നതിനാൽ ഒരു ക്വാട്ടയിൽ പ്രവേശനം നേടിയാൽ മറ്റൊരു ക്വാട്ടയിലേക്ക് മാറ്റാൻ സാധിക്കുകയില്ല. സപ്ലിമെന്ററി അലോട്ട്മെന്റ്. ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. മുൻപ് തെറ്റായ വിവരങ്ങൾ നൽകിയതുകൊണ്ടോ ഓപ്ഷനുകൾ നൽകാത്തതുകൊണ്ടോ അലോട്ട്മെന്റിന് പരിഗണിക്കാത്തവർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷകൾ നിലവിലുള്ള അപേക്ഷകൾ പുതുക്കി സമർപ്പിക്കാം. പ്രധാന ഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകളിലേക്ക് പരിഗണിക്കുന്നതിന് അപേക്ഷ പുതുക്കി നൽകാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്ക് തെറ്റ് തിരുത്തി അപേക്ഷ പുതുക്കി സമർപ്പിക്കാൻ അവസരമുണ്ട്. തുടർന്നുള്ള അലോട്ട്മെന്റുകൾക്കായുള്ള ഒഴിവുകളും അറിയിപ്പുകളും പ്രധാന പ്രവേശന സമയപരിധിക്ക് ശേഷം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അതത് സ്കൂളുകളുമായി ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്.